നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നടപടികൾ ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളാണ് ഇഡി ആരംഭിച്ചത്. ലക്നൌ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ വസ്തുവകകൾക്ക് പുറമെ ദില്ലി ബഹാദൂർ ഷാ സഫർമാർഗിലെ ഹെറാൾഡ് ഹൌസും കണ്ടുകെട്ടിയേക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇഡി നടപടി ആരംഭിച്ചത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധമുള്ള 700 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ഇഡി നീക്കം തുടങ്ങി. ലക്നൌ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ വസ്തുക്കൾക്ക് പുറമെ ദില്ലി ബഹാദൂർ ഷാ സഫർമാർഗിലെ ഹെറാൾഡ് ഹൌസും കണ്ടുകെട്ടും. ഏപ്രിൽ 11-ന് AJL സ്വത്തുക്കൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അധികാരപരിധിയിലുള്ള ദില്ലി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിലെ രജിസ്ട്രാർമാർക്ക് ഇഡി നോട്ടീസ് അയച്ചു. ജവഹർലാൽ നെഹ്റു 1937 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ യങ് ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയുമുണ്ടെന്ന് ആരോപിച്ച് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി പരാതി നൽകിയതാണ് കേസിന് തുടക്കം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യൻ വഴി 50 ലക്ഷം രൂപയ്ക്ക് AJLന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് ആരോപണം. 2021-ലാണ് കേസ് ഇഡി ഏറ്റെടുത്തത്. പിന്നീട് ഇഡി റെയ്ഡുകൾ നടത്തുകയും നിരവധി രേഖകൾ കണ്ടെത്തിയതായി അവകാശപ്പെടുകയും ചെയ്തിരുന്നു. കേസിൽ രാഹുൽ ഗാന്ധിയെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.